എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മുടെ പാറുക്കുട്ടിയുടെ സ്റ്റോറീസ് ഓഫ് പാറുക്കുട്ടി ചാനൽ തുടങ്ങിയപ്പോഴും ഫസ്റ്റ് വീഡിയോ പാറു ആദ്യേഷനെ കുറിച്ച വീഡിയോ ആണ് ഞാൻ ആദ്യം ഇട്ടത്. അതുപോലെ തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് മോക്ക് വന്ന ഒരു ഭാഗ്യമാണിത്. നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിലെ രുക്മിണി സ്വയംവരത്തിന് രുക്മിണിയായിട്ട് ഒരുങ്ങാനാണ് മോക്ക് കുറിയിട്ട് വീണത്. മോളുടെ പേരാണ്. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ വളരെ നേരത്തെ പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീച്ച് മോളെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ആണിത്. മേക്കപ്പൊക്കെ ചെയ്ത് ഞാൻ തന്നെയാണ് മേക്കപ്പൊക്കെ ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല, എന്നെ കൊട്ടാവുന്നത് വിട്ടു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ച് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കൊരു വീട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ അമ്പലത്തിനടുത്തുള്ള വീട്ടിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്ന് താലപ്പൊലിയായിട്ടാണ് നമ്മുടെ ഈ കണ്ടാണസ്വാമി ക്ഷേത്രമാണ്, അവിടെയായിട്ടാണ് രുക്മിണി സ്വയംവരത്തിന് മോളെ രുക്മിണിയായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ആ അമ്പലത്തിൽ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ കുറേയൊക്കെ ചെയ്തു. അതിനുശേഷം അവിടുന്ന് താലപ്പൊലിയായിട്ടാണ് അമ്പലത്തിലോട്ട് പോയത്. അവൾക്കിങ്ങനെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവളുടെ ആഗ്രഹത്തിനൊത്ത് ഞങ്ങൾ നിന്നു എന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു അമ്പലത്തിലായിരുന്നു എൻ്റെ താലപ്പൊലിക്കായിട്ട് നമ്മൾ റെഡിയാവാൻ. അവിടെ മറ്റുള്ള കുറേ കുട്ടികളും ഉണ്ടായിരുന്നു, തോഴിമാരായിട്ടൊക്കെ. അപ്പോൾ എൻ്റെ മോനുണ്ടായിരുന്നു, ഇളയാൾ. നമ്മുടെ പാറുക്കുട്ടി പിന്നെ ഷൂട്ടിലാണ് കേട്ടോ, അച്ഛൻ്റെ കൂടെയാണ് ഇപ്രാവശ്യം ഷൂട്ടിന് പോയേക്കുന്നത്. പിന്നെ എല്ലാവരും അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കുറേ കൊച്ചു കുട്ടികളുണ്ട്, നമ്മുടെ തോഴിമാരായിട്ടൊക്കെ. അപ്പോൾ അവരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ റെഡി ആയിട്ട് വന്നു. താലപ്പൊലി എടുക്കാനായിട്ട് എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ സെറ്റായി എല്ലാം റെഡിയായി നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാറുക്കുട്ടിയുടെ ചേച്ചിയും, അതായത് പാറുക്കുട്ടിയുടെ ചേച്ചിയുടെ പേരാണ് പാറു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാറു എന്നാണ് വരിക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ പാറുക്കുട്ടിയാണെന്ന്. പാറുക്കുട്ടിയുടെ ചേച്ചിയുടെ പേരാണ് ഒറിജിനൽ പാറു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനും താലം എടുക്കണമെന്ന് പറഞ്ഞിട്ട്. എല്ലാവരും താലം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റോഡിൽ കൂടാണ്, നമുക്ക് തൊട്ടപ്പുറത്തെ റോഡ് സൈഡിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ അമ്പലം ഉള്ളത്. അപ്പോൾ റോഡിൽ കൂടാണ്. അപ്പോൾ ഞാൻ പറയാണ് മോനോട്, വെയിലുണ്ട്, റോഡിൽ കൂടെ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം മൊത്തം. അവനും താലം എടുക്കണമെന്ന്. അപ്പോൾ പെൺകുട്ടികളെല്ലാം ഇങ്ങനെ താലം എടുത്ത് നിൽക്കുന്ന, എല്ലാവരും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഭയങ്കര താല്പര്യം താലം എടുക്കണമെന്ന്. പിന്നെ ലാസ്റ്റ് പിന്നെ അയാളുടെ കയ്യിൽ ഒരു താലം കൊടുത്തു, അല്ലാതെ പറ്റില്ല. അയാളും താലം എടുത്തോണ്ട്, പക്ഷേ പുള്ളി അമ്പലം വരെ എടുത്തോണ്ട് നടന്നു കേട്ടോ, താലമൊക്കെ പിടിച്ചിട്ട്. ആരുടെയിലും കൊടുത്തില്ല, അങ്ങനെ അതൊക്കെ പിടിച്ചിട്ട് നടന്നു. അപ്പം അങ്ങനെ എല്ലാവരും നടക്കാനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് കുട്ടികളുണ്ട്, കൊച്ചു കുട്ടികൾ, തോഴിമാരായിട്ട് എല്ലാവരും റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളുമുണ്ട്. ഒരാളെ എടുത്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് എൻ്റെ മോനും അങ്ങനെ താലമൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. അടുത്ത ദിവസവും മോള് തന്നെ രുക്മിണിയായിട്ട് ഒരുങ്ങി വരാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നാളെയും ഞങ്ങൾക്ക് ഇനി ഒരുങ്ങി പോകണം ഇതായിട്ട് രുക്മിണിയായിട്ട് തന്നെ ഒരുങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും നടക്കാനൊക്കെ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മോനാണെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് പോകും, ഇപ്പുറത്തെ സൈഡിലോട്ട് പോകും. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടൊക്കെ കറക്റ്റായിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരെക്കാളും ഫ്രണ്ടിലിങ്ങനെ നിൽക്കുകയാണ്. സപ്താഹ ദിവസം 5-ാം ദിവസമാണ് നമ്മുടെ രുക്മിണി സ്വയംവരം നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ പെൺകുട്ടികളുടെ എല്ലാം പേര് നറുക്കെടുത്താണ് രുക്മിണിയെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ അടുത്ത ദിവസം തന്നെയാണ് കുചേലസത്കതി നടക്കുക. അപ്പോൾ മോള് തന്നെയാണ് രുക്മിണിയായിട്ട് ആ ദിവസവും റെഡി ആവേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണെന്ന്. 5-ാം ദിവസത്തെ രുക്മിണി സ്വയംവരമാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകണം നമ്മുടെ അമ്പലത്തിലോട്ട്. ഇത് നമ്മൾ അടുത്ത് തന്നെയുള്ള കാമാണ്ടിശ്ശേരിയിൽ നിന്നൊരു അമ്പലത്തിൽ നിന്നാണ് താലപ്പിലേക്കായിട്ട് നമ്മുടെ കണ്ടാണസ്വാമി അമ്പലത്തിലേക്ക് പോകുന്നത്. കണ്ടാണിൻ്റെ അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന് തൊട്ട് ഓപ്പോസിറ്റ്, ഒരുപാട് ദൂരമില്ല, പക്ഷേ റോഡിൽ കൂടെയാണ് പോകേണ്ടത്. നല്ല ചൂടുണ്ടായിരുന്നു റോഡിലൊക്കെ. അപ്പോൾ എല്ലാവരും ചെരുപ്പൊന്നും ഇല്ലാതെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ മോനും നടക്കുന്നുണ്ട്. മോൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് താലം പിടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ പറയുന്നത് ദൈവം ദേഷ്യപ്പെടുമെന്നാണ് പറയുക. എൻ്റെ കയ്യിൽ തരുന്നില്ല, അവൻ തനിയെ പിടിക്കുകയാണ്. എല്ലാവരും കാണും, കുഞ്ഞിനെ കൊണ്ട് എടുപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും. അവന് ഭയങ്കര വാശിയായിട്ട് അവൻ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അവനൊരു കണക്കിൽ അത് നമ്മുടെ കയ്യിലോട്ട് തരുന്നില്ലായിരുന്നു. അത് തന്നെ അത് അമ്പലം വരെ എടുത്തുകൊണ്ട് വന്നു താലമൊക്കെ ആയിട്ട്.
അങ്ങനെ മോള് ഭയങ്കര ഭയങ്കര ഹാപ്പിയായിട്ട്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റെഡി ആവുന്നതും ഒരുങ്ങുന്നതും മേക്കപ്പ് ഇടുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ്. മോൻ്റെ താലമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അയാളെ നമ്മൾ പിടിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, അയാൾക്ക് തനിയെ നടക്കണം, ആ ഒരു ഇതിലാണ് പോകുന്നത്. നന്നായിട്ട് എല്ലാം എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്തു, കാലിൽ ചെരുപ്പൊക്കെ ഇടാതെ ചൂടത്ത് നന്നായിട്ട് നടന്നു പാവം. അങ്ങനെ നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട്, എല്ലാവരും അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അവനല്ലേ റോഡിന് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം, ഒരുപാട് ദൂരമില്ല. അങ്ങനെ അമ്പലത്തിലോട്ട് എത്തി. പക്ഷെ ആ അമ്പലം വരെ താലം പിടിച്ച ആൾ അമ്പലം എത്തിയപ്പം ചേച്ചിയുടെ മോളാണ്, അവളുടെ കയ്യിലോട്ട് കൊടുത്തു. പിന്നെയും തിരിച്ച് വാങ്ങിച്ചു കേട്ടോ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വാങ്ങിച്ച് അവൻ അമ്പലത്തിലകത്തോട്ട് കയറിപ്പോയി. അങ്ങനെ രുക്മിണി സ്വയംവരം ആയതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൽ അകത്ത് കയറിയിട്ട് നടക്കിലെല്ലാം മോളെ കൊണ്ട് ദക്ഷിണ വെപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളുണ്ട്. അപ്പം അങ്ങനെയെല്ലാം ഇതിൽ കൂടെ അവരെല്ലാം കൂടെ നടന്ന് ചെയ്യിച്ചു. അങ്ങനെ ദക്ഷിണയൊക്കെ വയ്ക്കാനായിട്ട് നമ്മുടെ അമ്പലത്തിലകത്തൂടെ നടയിലൂടെ ഇറങ്ങി ചെറിയ അമ്പലങ്ങളിലെല്ലാം അവിടെ അകത്തെല്ലാം മോളെ കൊണ്ട് ദക്ഷിണയൊക്കെ വപ്പിക്കുകയാണ്. നമ്മൾ തോഴിമാരായിട്ടുള്ള കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നാണ് ഇങ്ങനെ എല്ലാവരും നടന്ന് എല്ലായിടത്തും തൊഴുത് എല്ലായിടത്തും ദക്ഷിണയൊക്കെ വെച്ചു. തൊഴുത് നമ്മുടെ കൃഷ്ണന് ചാർത്താനുള്ള മാലയാണ് മോളുടെ കയ്യിലിരിക്കുന്നത്, അതുകൊണ്ടാണ് എല്ലായിടത്തും നമ്മൾ തൊഴുത് അനുവാദമൊക്കെ ചോദിച്ച് അങ്ങനെ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തു, അനുഗ്രഹമൊക്കെ വാങ്ങി. നമ്മുടെ സപ്താഹ മണ്ഡപം നമ്മൾ കെട്ടി 7 ദിവസത്തേക്ക് സപ്താഹത്തിന് തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് അവിടെയാണ് നമ്മുടെ ചടങ്ങുകളൊക്കെ നടക്കുക. അപ്പോൾ അവിടോട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മോളെ ഈ വേഷത്തിൽ കണ്ട ഭയങ്കര എന്തോ ഒരു സന്തോഷം. അവളാണ്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് അവളിങ്ങനെ ഇത്രയും മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങുന്നത്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ എന്തോ പ്രത്യേക ഒരു സന്തോഷം, ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ തൊട്ട് അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്, നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിന് തൊട്ട് അയൽവക്കമുള്ള ആൾക്കാരും അടുത്തുള്ളവരും ഒക്കെ തന്നെയാണ് എല്ലാവരും. എല്ലാവരും നമ്മൾ അറിയുന്ന ഒരാൾക്കാരൊക്കെ തന്നെയാണ്. നമ്മൾ പിന്നെ ഇങ്ങനെ ഷൂട്ടിലൊക്കെ ആകുമ്പം ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് എല്ലാവരെയും കാണാനും അമ്പലങ്ങളിലൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും നമുക്കൊന്ന് കാണാനും ഒന്ന് സംസാരിക്കാനും ഒക്കെ പറ്റുക. അപ്പോൾ അങ്ങനെ സപ്താഹ മണ്ഡപത്തിൽ വന്നു. എല്ലാവരും കുട്ടികളും മോളും എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തു, എല്ലാവരും ഇരുന്നു. പിന്നെ തിരുമേനിയും അവിടെ കുട്ടികൾ മഹാലക്ഷ്മി പൂജയൊക്കെയാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും മഹാലക്ഷ്മി പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണ്. അതൊക്കെ വളരെ അധികം സന്തോഷത്തോടെ എൻ്റെ മോള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇതെല്ലാം ഒരു പുതിയൊരു അനുഭവമാണ്. അവൾക്ക് തന്നെ എല്ലാ കുട്ടികൾക്കും ഒരു പുതിയൊരു അനുഭവമാണ്. നമ്മളെ പൂജാരി പൂജിക്കുന്ന പോലെ പുഷ്പങ്ങൾ അർപ്പിക്കുകയൊക്കെ ചെയ്യുമ്പം കുട്ടികൾക്ക് വളരെ ഒരു സന്തോഷമാണ്. അങ്ങനെ അതൊക്കെ വളരെ സന്തോഷമായിട്ട് അവൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണന് മാല ചാർത്താനുള്ള സമയമായി. പൂജാരി മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് മോളെ വിളിച്ചു. മോളുടെ കയ്യിൽ നിന്നും പൂമാല വാങ്ങിച്ച് നമ്മുടെ കൃഷ്ണന് ചാർത്തുകയാണ്. ആ ഒരു സമയമാണ്, സ്വയംവര സമയമാണ്. അതിൻ്റെ മോള് കൊണ്ടുവന്ന മാലയാണ് മേടിച്ച് കൃഷ്ണന് ചാർത്തുന്നത്. എന്നിട്ട് മോൾ അവിടെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ മോളിരിക്കുകയാണ്. എനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ ആ ഒരു ടൈമൊക്കെ. ആ ഒരു സൗണ്ടും ആ ഒരു എഫക്റ്റും എല്ലാം കൂടെ മോള് ഇങ്ങനെ കൃഷ്ണൻ്റെ മുന്നിൽ മോളിങ്ങനെ ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തോ എൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അല്ലാതൊരു ഫീലായിരുന്നു എനിക്ക് ആ ഒരു സന്ദർഭം. അതൊക്കെ ഒരു അനുഭവമാണ്, ഒരു ഭാഗ്യമാണ് അതൊക്കെ എന്ന് പറയാം.
കുട്ടികൾക്കെല്ലാം ദാഹിക്കുന്നുണ്ടായിരുന്നു. വെള്ളം കൊണ്ട് കൊടുത്തു. കുഞ്ഞു മക്കളല്ലേ, കുറച്ച് നേരമായില്ല നമ്മൾ നടക്കാനൊക്കെ തുടങ്ങിയിട്ട്. അങ്ങനെ എല്ലാവരും വെള്ളം കൊടുത്തു. പിന്നെ വിവാഹ സൽക്കാരം എന്നുള്ള പോലാണ്. അപ്പോൾ നമ്മൾ വിവാഹം കഴിഞ്ഞ് ഇരിക്കുകയാണല്ലോ, അപ്പം വിവാഹത്തിന് വധുവിന് സമ്മാനങ്ങളൊക്കെ നൽകുന്നതിൻ്റെ ഒരു ഇതാണ് എല്ലാവരും കാണിക്കുക പോലെ അർപ്പിക്കുകയും വധു അതിന് നാരങ്ങ തിരിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളാണ്. അപ്പോൾ അതൊക്കെ വളരെയധികം ഭയങ്കര സന്തോഷത്തോടാണ് മോള് ചെയ്യുന്നത്. നമുക്ക് വളരെയധികം അന്നത്തെ ദിവസം പുള്ളി ഭയങ്കര ഹാപ്പിയായിരുന്നു. പുള്ളി വലിയ എന്തോ സംഭവമായി എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരോടും. ഞാൻ രുക്മിണി എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു പുള്ളി. ഭയങ്കര ഫുൾ പവറായിരുന്നു. ഈ കാണിക്ക വഴിപാടായിട്ടാണ്, അമ്പലത്തിലേക്ക് നമ്മൾ വഴിപാടായിട്ട് നൽകുന്നതാണ്. അപ്പം മോളാണ് വധു എന്നുള്ള സ്ഥാനം എന്നുള്ളതുകൊണ്ട് മോള് നാരങ്ങയൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നു. അതാണ് ഒരു ചടങ്ങ്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദു ക്യാഷ് ഞാൻ കൊടുത്തു വിട്ടു അതിൻ്റെ കയ്യിൽ കാണിക്കിടാനായിട്ട്. അവനെ എവിടെ വെക്കേണ്ടതെന്നറിയില്ല, അവൻ അവിടെ നിന്നു. അപ്പോൾ പിന്നെ ആ ചേട്ടൻ വന്നിട്ട് കാണിച്ചു കൊടുത്തു, അങ്ങനെ കൊടുത്തു. അത് അമ്മൂമ്മയാണ് പാറുക്കുട്ടിയുടെ. അപ്പം അങ്ങനെ അമ്മൂമ്മ വന്ന് കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള സമയമായി. നമ്മൾ സപ്താഹത്തിന് രുക്മിണിയായിട്ട് ഒരുങ്ങിയ കുട്ടിക്കും ബാക്കിയുള്ള ബാലികമാർക്കും എല്ലാവർക്കും ഇലയിൽ ഊണാണ് അവർ വിളമ്പി. ബാക്കി എല്ലാവരും നമ്മൾ ക്യൂ നിന്നാണ് നമ്മൾ സപ്താഹത്തിന് സദ്യ കഴിക്കാറ്. ഇത് കുട്ടികൾക്ക് മാത്രം സ്പെഷ്യലായിട്ട് രുക്മിണിയും ബാലികമാർക്കും എല്ലാവർക്കും ഇലയൊക്കെ ഇട്ട് നമ്മൾ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. വിളമ്പാനെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. പാറു നല്ല ഇതായിട്ടിരിക്കുകയാണ് ഫോമിൽ. പരിപ്പ് കൊണ്ടുവരൂ, പപ്പടം കൊണ്ടുവരൂ. നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ഇലയിൽ നമ്മൾ കിട്ടില്ലല്ലോ, നമ്മൾ പ്ലേറ്റിലല്ലേ വാങ്ങിക്കഴിക്കുക. അപ്പോൾ ക്യൂ നിന്ന് കഴിക്കുന്നതിനേക്കാളും ഒരു രസമുണ്ടല്ലോ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ക്യൂവിൽ വന്നിട്ട് ഇങ്ങനെ അവൾ നല്ല ആസ്വദിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം. അപ്പോൾ എല്ലാവർക്കും ബൈ. നാളെ